ശ്യാമേ, നമ്മുടെ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള അനുമതി BJP നൽകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ചില കമൻസുകൾ വന്നതെന്ന് വെച്ചാൽ, ഇത് വലിയ വാർത്തയാണല്ലോ, ഇങ്ങേര് സിനിമയിൽ അഭിനയിക്കുന്നതിന് നമുക്കെന്താ എന്നൊക്കെ ചില കമൻസുകൾ വരുന്നുണ്ട് അടിയിൽ. സുഡൂസാണ് എന്നാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് സാധാരണ ജനത്തിൻ്റെ ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ശ്യാം എങ്ങനെ കാണുന്നത്? ഇത് മാത്യു തോമസിൻ്റെ ചിത്രം ഒറ്റക്കൊമ്പൻ 2022 തന്നെ ഡേറ്റ് കൊടുത്തിയാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടത് നീണ്ടുപോയി, അനിശ്ചിതമായി. അതായത് പാപ്പൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒറ്റക്കൊമ്പൻ്റെ ഇത് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ അവർ പോസ്റ്ററൊക്കെ ഇറക്കിയിരുന്നു. ഇതൊരു മാസ് പോസ്റ്ററായിരുന്നു. കേരളം മുഴുവൻ ആ പോസ്റ്ററിനെ ആരാധനയോടുകൂടി കണ്ടതാണ്. ഇപ്പോൾ BJPയുടെ ഉന്നത നേതൃത്വം തത്വത്തിൽ അനുമതി കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ രേഖാമൂലമുള്ള ഉറപ്പ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ വരുന്ന ഡിസംബർ 29 തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൻ്റെ പരിസരത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ പരിസരത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. അതിനുശേഷം ജനുവരി 5 വരെ 8 ദിവസത്തെ അനുമതിയാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കി സുരേഷ് ഗോപിയുടെ രംഗങ്ങൾ അതിനനുസരിച്ച് ഡേറ്റ് അനുസരിച്ച് ബാക്കി രംഗങ്ങളും എടുക്കും, പ്ലാൻ ചെയ്യും. ഈ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഈ ചില ആളുകൾക്ക് ഒരു പ്രശ്നമാണ്. അവരടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക, ഇനി അദ്ദേഹത്തിനോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിനിമ അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾ അതുമാത്രം ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ചില മാനസിക രോഗികളുടെ കാര്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇപ്പോൾ സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പല പാവപ്പെട്ടവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ അനുമതി ചോദിച്ചിരിക്കുന്നതും അത് കാട്ടിക്കൊണ്ടാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെയ്തു കൊടുക്കാമെന്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥിര ജോലിയായിട്ടുള്ള സിനിമ അഭിനയം അത് എനിക്ക് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ഈ ആവശ്യം BJP നേതൃത്വത്തോട് പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് പോലും അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ കേന്ദ്ര നേതൃത്വം അത് തടഞ്ഞതാണ്. കാര്യം സുരേഷ് ഗോപിയെ പോലെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ആദ്യത്തെ MP ആണ്. ആദ്യത്തെ MPക്ക് അവർക്ക് വേണ്ട പരിഗണന കൊടുത്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കൂടി മുൻനിർത്തി വേണം ഈ ഒരു കുറച്ച് മണ്ഡലങ്ങൾ കൂടി, ഇവിടെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് ഇപ്പം നേമത്ത് വിരിഞ്ഞ താമരയെ വാടിച്ചു കളഞ്ഞു എന്നാണ്, ചൂടുവെള്ളം ഒഴിച്ച് വാടിച്ചു എന്നാണ് ഇവിടുത്തെ ചേട്ടൻ നേരത്തെ പറഞ്ഞ സുഡാപ്പികൾ ഇവിടെ പ്രഖ്യാപിച്ചത്. അതിവിടെ അണ്ടനും അടകോണ്ടനും കമ്പും കല്ലും കാഞ്ഞിരക്കുറ്റി എല്ലാം കൂടെ ചേർന്ന് നിന്നാണ് 2ാം തവണ തോൽപ്പിച്ചത്. ഇപ്പോഴും നേമത്ത് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടാൻ വന്നു കഴിഞ്ഞാൽ നേമത്ത് ഒരു കാരണവശാലും BJP അല്ലാതെ വേറെ ആരും ജയിക്കില്ല. അവർക്ക് നേമത്തെ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതും വ്യക്തമായ ധാരണ അവിടുത്തെ ജനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അല്ല, അവിടെ കുറെ സമുദായ നേതാക്കന്മാർ ഇറങ്ങി വോട്ട് ഭിന്നിപ്പിച്ചപ്പോഴാണ് BJP അവിടെ തോറ്റത്. ഇനിയിപ്പോൾ ഭിന്നിപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ സമുദായ നേതാക്കന്മാർ വരെ ജനങ്ങളെടുത്ത് വെള്ളത്തിയിടും. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ അമയഞ്ചതോട് അങ്ങോട്ട് ഒഴിവുന്നില്ലെന്നാണ് എൻ്റെ മനസ്സിലാവുന്നത്. നിയമം പരിസരത്തോട്ട് അത് ഒഴിവുന്നില്ലെന്നാണ് എൻ്റെ ഒരു കുറഞ്ഞ അറിവ്. ഇനി ഒഴിവുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭിന്നിപ്പിക്കാൻ വരുന്ന നേതാക്കന്മാരെയൊക്കെ ആളുകൾ പിടിച്ച് അതിനകത്തിടും. അതിനകത്ത് കഴിഞ്ഞാൽ പിന്നെ പോയി കുളിച്ചിട്ടും കാര്യമില്ല, രക്ഷയില്ല. സുരേഷ് ഗോപി ഇനിയിപ്പോൾ മറ്റൊരു കമൻറ്റ്, ആദ്യത്തെ MP, സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യത്തെ MP എന്നുള്ള പേര് കിട്ടാനായിട്ട് ഒരു സാഹചര്യം കൂടെ കിട്ടി. ഇതവരിങ്ങനെ വിലപിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞങ്ങ് വിലാപം കൊണ്ടങ്ങ് തകർക്കുകയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടായെന്നേ സിനിമയിൽ. MP ആയിട്ടാണോ 3 പതിറ്റാണ്ടായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്? അതെ. എത്ര സിനിമകളിൽ അഭിനയിച്ചു, എത്ര എണ്ണം അദ്ദേഹത്തിന് തന്നെ ഇതിന് ഈ സിനിമകളുടെ എണ്ണം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിക്കിപീഡിയ ഒരു കണക്ക് പറയുന്നുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പാണോ അല്ലാതെ ഒരു കറക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പോലും കയ്യും കണക്കുമില്ലാത്ത സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചില സിനിമകളിൽ ഗസ്റ്റ് റോളിൽ വരെ വന്നിട്ടുണ്ട്. ചെറിയ വേഷങ്ങളിൽ, ഒരു 2-3 മിനിറ്റ് വരുന്ന ചെറിയ വേഷങ്ങളിൽ, ചില പാട്ടുരംഗങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ പ്രേം പൂജാരി പോലുള്ള സിനിമകളിൽ ചില പാട്ടുരംഗങ്ങളിൽ വരെ വന്ന് ചെറുതായിട്ടൊന്ന് വന്ന് ഒരു സൈഡിൽ കൂടെ ഒക്കെ വന്ന് പോയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു നടനെ പറ്റിയാണ് ഇവർ പറയുന്നത്. അപ്പം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഓ അവരഭിനയിക്കുന്നു പോകുന്നു, നിങ്ങൾക്ക് എന്തോ വേണം, അവർക്ക് കാശ് കിട്ടുന്നു, അവരഭിനയിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ ചില സ്ത്രീകൾ പറയാറുണ്ട്. അതായത് ഒരു സിനിമ കണ്ടിട്ട് ചെറിയൊരു ഹാങ് ഓവർ വരുമ്പോഴത്തേക്ക് നീ എന്തിനാ വിഷമിക്കുന്നത്, അവരഭിനയിച്ചു അവർക്ക് കാശ് കിട്ടി അവർ പോയി എന്ന് പറയും. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയല്ല. എനിക്ക് കിട്ടാത്തത് മുന്തിരി പുളിക്കുകയും ചെയ്യും, കുറ്റം പറയാൻ എനിക്കും യാതൊരു മടിയും കാണില്ല. ഒറ്റക്കൊമ്പൻ ഒരു ഹെവി സിനിമയാണ്, മാത്യു തോമസിന്റെ ഹെവി സിനിമയാണ് ഒറ്റക്കൊമ്പൻ. ഒറ്റക്കൊമ്പൻ അതിൻ്റെ ആ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണ്. ഈ കേരളത്തിൽ ഈ ഒരു MP മാത്രമേ ഉള്ളൂ, ഈ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനും ആൻസർ പറയാൻ ഈ ഒരു MP മാത്രമേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നിയ സംശയമാണ്, മറ്റ് MP പാർലമെന്റിലില്ലേ, വരാറില്ലേ ഇവര്? അത് ഒരു കൃത്യമായ അജണ്ടയാണ്, അജണ്ടയ്ക്കനുസരിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വളഞ്ഞിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പടം എന്തായാലും ഹിറ്റാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് നേരത്തെ എനിക്ക് തോന്നുന്നു 2022 അല്ല, 4 വർഷമായി ഇതിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ട്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം ഇതിനു വേണ്ടി ഉണ്ടായിരുന്ന ഇതിൻ്റെ താടി നീട്ടി വളർത്തിയിരുന്നു, അത് പിന്നെ മാറ്റിയിരുന്നു, കട്ട് ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു ഈ പടം നിർത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, എൻ്റെ 250ാമത്തെ ചിത്രം ഒറ്റക്കൊമ്പൻ ഉടൻ 2025 ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടുകൂടി എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരാധകർ വളരെ ആവേശത്തിലാണ്. മാത്രമല്ല ആ ഒരു ഗെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്, ഒരു ഹെവി ഗെറ്റപ്പാണ്. ചില വേഷങ്ങൾ സുരേഷ് ഗോപി എടുത്താലേ താങ്ങത്തുള്ളൂ. അദ്ദേഹം തന്നെ വരണം, അദ്ദേഹം തന്നെ എടുക്കേണ്ട ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു അവസരം BJP നേതൃത്വം കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അത് ആരാധകർക്ക് ഒരു ദൃശ്യാനുഭവം ലഭിക്കും, മറ്റ് സാധാരണക്കാർക്ക് കുറച്ച് സഹായങ്ങൾ ലഭിക്കും. പിന്നെ കലയെ തടയാൻ പാടില്ല, കലയും കലാകാരനെയും തടയാൻ പാടില്ല. അത് ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കും. അതെ, കലയും കലാകാരനെയും തടയാൻ പാടില്ല. ഇപ്പോൾ ചിലർ കമൻ്റ് ഇടുന്ന ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, ഇതുവരെ സിനിമയിൽ നിന്ന് ഇറങ്ങി വരാത്ത മൂഢനായ MP എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം 10-25-30 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. നമ്മൾ തന്നെ വീട്ടിൽ പോയി, നമ്മൾ തന്നെ ചില ജേർണലിസ്റ്റുകൾ വീട്ടിൽ പോയി സംസാരിക്കുന്ന ബന്ധുക്കളൊക്കെ സംസാരിക്കുമ്പോൾ നീ എന്താടാ ചാനലിൽ സംസാരിക്കുന്ന പോലെ ചോദിച്ചു കളയും. കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ സംസാര രീതിയിലൊക്കെ ഒരു ജേർണലിസ്റ്റിൻ്റെ ഭാഷ ഇതിനോടകം തന്നെ പല റിപ്പോർട്ടേഴ്സിൻ്റെ ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു നീട്ടലും കുറുക്കലും അതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ വേരിയേഷനും ഒക്കെ പിടിച്ചായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പം ബന്ധുക്കളൊക്കെ വരുമ്പോൾ സംസാരിക്കുക. ഈ ബന്ധുക്കൾ വിചാരിക്കും ഇവൻ എന്തോ ഒരു ചാടയാണെന്ന് വിചാരിക്കും, ഇവൻ ചാനലിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ വന്നിരുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഒരു തോന്നൽ വരും. അപ്പോൾ അതൊക്കെ ഈ രക്തത്തിൽ അലിഞ്ഞു പോകുന്ന, അതായത് ആ ഒരു കലയോടുള്ള അമിതമായ പാഷൻ്റെ ഭാഗമാണ് അദ്ദേഹം ആ ഒരു സംസാര രീതിയിലൊക്കെ ശൈലിയിലൊക്കെ കാണിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കലയുടെ ഭാഗമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ കഥകളി കലാകാരന്മാരോട് സംസാരിച്ച് നമുക്കത് വ്യക്തമാവും, അവരുടെ സംസാര രീതി. അവർ സാധാരണക്കാരെ പോലെ സംസാരിക്കില്ല. കഥകളി കലാകാരന്മാർ കഥാപ്രസംഗക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി കഥാപ്രസംഗ മേഖലയിൽ നിൽക്കുന്നവരോട് സംസാരിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ സാധാരണ പോയി ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്നാൽ പോലും അവർ ആ കഥാപ്രസംഗ രീതിയിൽ തന്നെ സംസാരിക്കും. അതുപോലെ ചില നൃത്ത കലയോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ളവരോട് അവർ നടത്ത ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. പുരുഷന്മാരാണെങ്കിൽ അവരുടെ നടത്ത നിറഞ്ഞു നിൽക്കും. പക്ഷെ അതിലെനിക്ക് ഒരു വ്യത്യസ്തം എനിക്ക് തോന്നിയത് വിനീതിനാണ്. വിനീത് മാത്രമാണ് അങ്ങനെ ഒരു വിനീത് അതിനകത്ത് അഭിരമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പലതരത്തിലുള്ള കലാ രീതിയുണ്ട്. അദ്ദേഹത്തിന് അഭിനയത്തിനോട് നല്ല പാഷൻ ഉള്ളത് കൊണ്ടാണ് അതിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇത് മൊത്തത്തിൽ കലർന്നു കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു സംഗതി അദ്ദേഹത്തിലേക്ക് പൂർണ്ണമായും കടന്നു വരാത്തത്. അപ്പൊ വിനീതിന് അങ്ങനെ ഒരു രീതി വിനീത് പിന്തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചതിനെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ കേരളത്തിൽ ഒരു MP ഉള്ളോ നിങ്ങൾക്ക്? അജണ്ടയല്ലേ, അജണ്ട വെച്ചിട്ടാണ് അദ്ദേഹത്തെ നശിപ്പിച്ചു കളയുക എന്നുള്ളത്. നല്ല എന്തിനേയും തകർക്കുക എന്നത് ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയക്കാരുടെ പൊതു സ്വഭാവമാണ്. നല്ലൊരു വ്യക്തി വളർന്നു വരുന്നു, അപ്പോൾ അത് പൊതുസമൂഹത്തിൽ അദ്ദേഹം ഉപകാരങ്ങൾ ചെയ്യുന്നു, അപ്പോൾ തങ്ങളുടെ മാർക്കറ്റ് ഇടിയും എന്ന ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യും, അവരിതിനെ നശിപ്പിക്കാൻ നോക്കും. ഇതൊരു അജണ്ട വെച്ചിട്ടാണ്. പിന്നെ കുറേ മതമൗലികവാദികൾ, രാവിലെ എണ്ണീറ്റ് മതം മാത്രം തിന്ന് ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്.
രാവിലെ എണീക്കുക മദം തിന്നുക, ഉച്ചയ്ക്ക് മദം തിന്നുക, വൈകുന്നേരം മദം തിന്നുക, രാത്രിയിൽ മദം തിന്നുക. ഇങ്ങനെ ഏകദേശം ഒരു 4 നേരം മതം ഇല്ല, മാത്രം. ടാബ്ലറ്റ് ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ 4 നേരവും മദം തിന്നുന്ന കുറേ വേട്ടാവളിയന്മാർ ഈ നാട്ടിലുണ്ട്. അവന്മാരെ പോലുള്ള അലവലാദികൾ അവരൊന്നും മൈൻഡ് ചെയ്യാൻ പോരുത്. അവരൊന്നും ഈ ചർച്ചയെ പോലും കൊണ്ടുവരാൻ പാടില്ല. അവരുടെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇവന്മാർക്ക് വലിയ സംഭവമായിട്ട് ഇവന്മാർക്ക് തോന്നുന്നത്. ഇവന്മാരെ ഒരു സൈഡിൽ കൂടെ ഇവന്മാരെ മറ്റേ അഴുക്ക് ചാലിൽ കൂടെ വിട്ടേക്കണം, ആ സൈഡിൽ കൂടെ പെടാം. നമ്മളാരെങ്കിലും ഓടയിലോട്ട് നോക്കാറുണ്ടോ നടന്നു പോകുമ്പോൾ? ഇല്ല ഇല്ല നോക്കാം. നല്ല കാര്യത്തിന് മുമ്പ് ഓടയിലോട്ട് പോയി എത്തി നോക്കിയിട്ട് ഈ ഓടയിൽ എന്തുമാത്രം അഴുക്കുണ്ട്, കൊള്ളാലോ, നല്ല അഴുക്കുണ്ടല്ലോ, നല്ല രസമല്ലേ എന്നൊക്കെ നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അതായി അങ്ങനെ പോട്ടെ, സൈഡിൽ കൂടെ വിട്ടേരവന്മാരെ. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം, ഞാൻ പറയുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത്, അദ്ദേഹം ഒരു കാരണവശാലും ഇവന്മാരോടൊന്നും ഇപ്പം പ്രതികരിക്കാൻ പോകാറില്ല. ഇടയ്ക്ക് അദ്ദേഹം പ്രതികരിക്കാൻ ചെയ്യുന്നുണ്ട്. പ്രതികരിക്കാൻ പോകരുത്. അതായത് നമ്മൾ ഈ പന്നികളോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ഭരണോഷയുടെ വാക്കാണ്. പന്നികളോട് യുദ്ധം ചെയ്യാൻ പോകരുത്. പന്നി അത് ആസ്വദിക്കത്തേ ഉള്ളൂ. പന്നി അത് ആസ്വദിക്കും. കാരണം ചേറിക്കിടക്കുന്ന പന്നിക്ക് ദേഹത്ത് ചെളി പറ്റുന്നതിലും നമ്മളെ ചെളി പറ്റിക്കുന്നതിലും നല്ല സന്തോഷം കിട്ടും. പക്ഷേ നമുക്കതല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളതിനെ അങ്ങ് വിട്ടേക്കണം ഒരു സൈഡിൽ കൂടെ.